കഴിഞ്ഞിട്ട് പ്രഭാകരൻ മരിച്ചു കിട്ടും. ആ പ്രഭാകരല്ല, പ്രഭാകരൻ ചെറിയതല്ലേ. ലണ്ടൻ ഞാനില്ലാന്ന് പിന്നെ പ്രഭാകരൻ എത്ര ചെറിയതാണ്. അല്ല പണ്ട് പറയുന്നത് അല്ല നിങ്ങളെപ്പോഴും ടാക്കീസ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ഇന്നത്തെ പ്രഭാകരനാണ് ടാക്കീസിന്റെ എപ്പോഴും അടിയഞ്ഞായിരിക്കും. അന്നത്തെ പ്രഭാകരനാണ് അല്ല അന്ന് എന്റെ കോൺഗ്രസ് ആട് ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മളെ കണാരം അടിക്കല്ലേ പോകുന്ന ഊരിക്കാട്ടിലെ കുഞ്ഞാത്തു തൊടുവിലെ കിട്ടാൻ ഭയങ്കര മാർഗിച്ചാണ്. അതായത് അയച്ചിക്കിട്ടെ പിന്നെ എന്നോട് കൂടിയിട്ട് മാറി കോൺഗ്രസിൽ വന്ന്. അപ്പോൾ സിനിമ കണ്ടിട്ട് എനിക്ക് സിനിമയുടെ കച്ചവടമുണ്ട്. സിനിമയുടെ അടുത്ത് വന്നിട്ട് ഊരിക്കാട്ടിൽ വീട് സിഗരറ്റ് കടലെല്ലാം 12 കൊല്ലം ഞാൻ കച്ചവടം ചെയ്ത് എന്തിനാ നമുക്ക് അറിയില്ലല്ലോ, പറഞ്ഞില്ലല്ലോ. ഞാൻ വീട്ടിലെടുത്തടാ എനിക്ക് വൈകുന്നേരം പഠിക്കാൻ പട്ടശാപ്പ് കുടിക്കൂലിട്ട് നല്ല ലെവലിലിരിക്കാൻ. അന്നത്തെ പട്ടക്കല്ല ഞാൻ നോക്കുന്നത് താജി കിട്ടുന്ന കാണുന്നില്ല. എൻ്റെ വിവരമുള്ളതല്ലേ ഒരു ഞാൻ നോക്കുന്നത് സിനിമകളുടെ ആ റോഡിൻ്റെ കൊള്ളുമ്പിൽ വെച്ചിട്ട് ഒരു ചാട്ടിൻ്റെ കുഞ്ഞിനകത്ത് ഇങ്ങനെ ബേള പൊടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിക്കാം. അജി കിട്ടുന്ന ഒരു ചാട്ടിലെ കുഞ്ഞാത്ത് അവിടെ എന്തായി വിടുന്നു. അവിടെ എന്നെ ഒന്ന് നോക്കി വിടില്ല. അവിടെ കുഞ്ഞാത്തുണ്ട് ഇവിടെ ഇങ്ങ് പിടിച്ച് ഈ നമ്മുടെ ഇതില്ലേ കൊലവള്ളി ഈ തൊണ്ടേൻ്റെ ഇത് തൊണ്ടേൻ്റെ അത് പിടിച്ച് ഞാനും മുറുക്കി വിടുന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിടിക്കണ്ട ഓൻ്റെ പിടുത്തം വിടുന്നു പറഞ്ഞു. ഓൻ്റെ പിടുത്തം വിട്ടു ഒന്നുകളി തന്നെ കിട്ടണ. അപ്പോൾ ഞാൻ ഓൻ്റെ വരുന്ന ഇതിനെ ഞാൻ കൊല്ലാണ്ട് ഞാൻ വിടുവില്ലല്ലോ. അങ്ങനത്തെ പിടുത്തല്ലേ എന്തോ. അന്ന് ഇതുപോലെ നല്ല കൊതുകുണ്ടാക്കി ഇങ്ങനത്തെ നമ്മൾ കിട്ടുന്ന പൊടിനടുത്ത് അവിടെ ഇങ്ങനത്തോടെ നിന്റെ കോലം പോയി. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കട്ടൻ്റെ അത്ര സീറ്റില്ല. അന്ന് നമ്മൾ ഈ കോൺഗ്രസ്സുകാർ അവിടെ ഇല്ല തീർത്തു. പിന്നെ എന്നെ ഒരു ചുക്കും ചെയ്യാനായിരിക്കില്ല ആർക്കും. എൻ്റെ അഭ്യാസം ഇത് നടക്കുന്നില്ലല്ലോ. അഭ്യാസം നമ്മുടെ ജീവനത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ അഭ്യാസം വന്നിട്ട് മാട്ടന ബിജെപിയില്ല അങ്ങനെ സംഭവം ഉണ്ടായില്ല. എന്നിട്ട് പിന്നെ വേറൊന്നുണ്ട് ഈ അഭ്യാസം കണ്ടില്ല. പേടിയുണ്ടെങ്കിൽ നമുക്ക് പേടിയില്ല. പേടിയുണ്ടെങ്കിൽ ധൈര്യമാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഒരുത്തനും പിന്നെ ഒന്ന് കീഴ്പ്പെടുത്തും. നമ്മള് ധൈര്യമാണ്. രവീന്ദ്രൻ മാത്രം അല്ല അതിനൊരു കഥ തന്നെ ഉണ്ടല്ലോ. രവീന്ദ്രൻ മാത്രം അല്ല അതിനൊരു കഥ തന്നെ ഉണ്ട്. വലിയ നമ്പൂരി പയ്യത് നെല്ലുന്നുമോ അടിക്കാൻ നോക്കുമ്പോ അടിക്കാനാകുന്നില്ല. ഇയാൾക്ക് മറമ്പ് തീർത്തറിയാം. പണിയെടുക്കുന്ന പോലെ വന്നിട്ട് പണിയെടുത്ത് അടിച്ചങ്ങ് പോയിച്ചു. എൻ്റെ അമ്മമ്മ അപ്പൊ നമ്പൂരി അറിയാം ഇവ എന്നെക്കാളും വലിയ അഭ്യാസം പോലെ അങ്ങനെയെല്ലാം പിടിച്ചൊരു കാലുണ്ട്. നമ്മളെല്ലാം ഇങ്ങോട്ടായ മാർക്സിസ്റ്റ് വളർന്നത് കോൺഗ്രസ് ബജറ്റായിരുന്നു. പിന്നെ നമ്മളാണ് ആദ്യം കഴിച്ചെല്ലാം അങ്ങോട്ട് പോകുന്നത്. ഫോട്ടോ അച്ഛൻ്റെ ഫോട്ടോ എടുക്കുക അന്ന് ആരുമില്ല. ഞാനെല്ലാം വെറും പടു നാടന്മാരാണ്. ഒരു ഫോട്ടോ എടുത്ത് നോക്കുവാനും ചെറിയ കുഞ്ഞങ്ങളാ. ഞാൻ ഒറ്റ പ്രാവശ്യം തെക്കാത്ത വന്ന് ഒരു പ്രാവശ്യം അമ്മേനോട് വന്നിട്ട് തെക്കാത്ത കിടക്കല്ലേ. പടിഞ്ഞാറിൻ്റെ അകത്ത് പിന്നെ ഒരു ഒരു പ്രാവശ്യം ഞാൻ പോയിരുന്നു. അച്ഛനൊരു സേമ്പറുണ്ട്. അന്ന് അച്ഛൻ ആനാളത്തെ പേടിയെ പോകും. അച്ഛനെന്ന് വെച്ചാൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പണിക്ക് മുമ്പ് കുത്തിപ്പോയി. അപ്പോൾ അച്ഛനെയും കൂട്ടി ഒരു മയത്ത ഞാനിങ്ങനെ വരുന്ന
തരുന്നതാണ്. വന്ന് ഇറച്ചിക്കാരൻ്റെ ഇവിടെ ഒരു ചെറിയ കുത്തുണ്ടായിരുന്നു കറുത്ത കുത്തി. ഇത് കേട്ടുകഴിഞ്ഞ് ഇറച്ചിക്കാരൻ്റെ അടുത്താണ് ലേശിപ്പുറം കഴിഞ്ഞിട്ട് അങ്ങനെ കോഴിക്കോട്ടുകാരുടെ ഒരു ബേന് ഇങ്ങനെ വരുന്നാണ്ടിട്ട് അവിടെ കേൾപ്പത്തിൻ്റെ പണിയത്ത് ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് റോഡ് ഇങ്ങനെ ആയിട്ട് വെള്ളം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. കണ്ടാത്തേക്കുന്നത് നേരെ റോഡാന്നല്ലേ വെള്ളം ഒലിക്കുന്നുണ്ട്. ഞാൻ നോക്കുന്നിടത്ത് ഈ ബേൻ അങ്ങനെ വന്നൊരൊറ്റ ഇതിൻ്റെ മേലെ ചാട്ടാണ് നിയന്ത്രണം കുറേ നീങ്ങുക എന്തെങ്കിലും നോക്കാം. അച്ഛനെ അടുത്ത് പോയാവോ അച്ഛനെ കഴിക്കാൻ കൊണ്ടുപോകാം. ഒരു ബുദ്ധിമുട്ടില്ല. അച്ഛൻ ഇങ്ങനെ മുമ്പ് കുതിപ്പോ അപ്പാട് എന്തോ ഭാഗ്യത്തിന് മീനപ്പാട് ഒറ്റക്കാരണ്ട പൊള്ളു ആടെ നിന്ന് മാത്രമല്ല അതിന് എന്ത് ഇറക്കി വെച്ച് മറ്റേ ഇവിടെ ഇങ്ങനെ പുറന്ന് നമ്മുടെ അച്ഛനെ അങ്ങ് ഒടുക്കാൻ തോന്നാക്കി എന്നേരം വന്ന് ഞാൻ ഓന കടന്നെടുത്ത് പഞ്ചായത്ത് ആസ്പത്രിയിൽ കൊണ്ടുപോയി ഞാൻ ജനിക്കും അച്ഛൻ്റെയും കൊണ്ടുപോയി എല്ലാവരും ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയതാണ് നാദാരം. അന്ന് നാദാരൻ നേഴ്സിംഗ് വന്നു നേഴ്സിക്കാരൻ അന്ന് ഞാൻ പാതിരക്ക് എനിക്ക് ഈ ആസ്പത്രിയിൽ നിന്ന് ചെയ്യില്ല. പാതിരക്ക് ഓളാൻ വേണ്ടി ഓളാൻ വേണ്ടി പാതിരക്ക് നിനക്ക് തോന്നുന്നു